എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള നെക്സ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, അതായത് അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് നൽകാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുള്ളത്, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും അതിനുശേഷം പ്രവേശനം നേടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കോഴ്സ് അല്ലെങ്കിൽ കോളേജ് മാറ്റം പിന്നീട് അനുവദിക്കുന്നതല്ല. അതുപോലെ സർക്കാർ കോളേജ് ഒഴികെയുള്ള മറ്റ് കോളേജുകളിൽ നിങ്ങൾ അഡ്മിഷൻ നേടുകയും നിങ്ങൾക്ക് ഇനി വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്ന് ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ NOC വാങ്ങിച്ച് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ കോളേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് NOC ഒന്നുകിൽ ഇമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവർ ഇഷ്യൂ ചെയ്ത് തരികയോ ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ അവിടെ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന കോളേജ് NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ NRI കോട്ടയിൽ അപേക്ഷിക്കുന്ന, അതായത് ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ NRI ഡോക്യുമെൻറ്റ്സ് ഒക്കെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം NRI ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാലും അഡ്മിഷൻ ലഭിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, NRI കോട്ടയിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഏകദേശം സാധാരണ സെൽഫ് ഫിനാൻസിൽ ലഭിക്കുന്ന, അതായത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏകദേശം 1,10,000 രൂപയാണ് ആദ്യ വർഷത്തെ ഫീസ് ഇനത്തിൽ വരുന്നത്. അതിനോടൊപ്പം ഏകദേശം ഒരു 30,000-40,000 രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. അതായത് ഏകദേശം 1,50,000 രൂപ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു NRI കോട്ടയിൽ ആണ് സീറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഇനത്തിൽ ആവശ്യമായിട്ട് വരുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില കോളേജ് ഒരു വർഷത്തെ ഹോസ്റ്റൽ ഫീസ് അഡ്മിഷൻ ടൈമിൽ തന്നെ വാങ്ങുന്നുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 80,000 രൂപയൊക്കെ, അതായത് ഒരു മാസത്തിൽ ഏകദേശം 5,000 മുതൽ 7,000 വരെ ആ ഒരു റേഞ്ചിൽ ഹോസ്റ്റൽ മെസ് ഫീസ് ടോട്ടലായിട്ട് വരുന്ന തരത്തിലാണ് ചില കോളേജുകൾ ഫീസ് ഉള്ളത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന ഫീസിൻ്റെ കാര്യം കൂടി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിച്ച ശേഷം മാത്രമേ ഓപ്ഷനുകൾ നൽകാവൂ. അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കോഴ്സ് മാറ്റമോ അല്ലെങ്കിൽ കോളേജ് മാറ്റമോ ഉണ്ടായിരിക്കും, അതായത് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും എന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളായിരിക്കണം പ്രയോറിറ്റി ബേസിൽ നൽകേണ്ടത്. കാരണം നിങ്ങൾ നഴ്സിംഗ് ആണ് പഠിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ താല്പര്യപ്രകാരമുള്ള കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള കാര്യം കൂടി നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒക്ടോബർ 3 മുതൽ ആണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. ഒക്ടോബർ 3 മുതൽ 7 വരെയാണ് എന്നുള്ളത് വെബ്സൈറ്റിൽ പുതുതായിട്ട് നൽകിയിട്ടുണ്ട്. നേരത്തെ ഒക്ടോബർ 3 മുതൽ 5 വരെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകിക്കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 7-ാം തീയതിയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. ഓൺലൈനായിട്ടാണ് വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകേണ്ടതും അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് സാധാരണ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ലോഗിനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത ശേഷം രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജ് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് നിങ്ങൾ നേരത്തെ മുൻപ് ഓപ്ഷൻ നൽകിയ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ നൽകിയ രീതിയിൽ തന്നെ ഏറ്റവും താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നേരത്തെ നൽകിയ അതേ രീതിയിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഏത് ഓപ്ഷനാണ് വേണ്ടത്, രണ്ടാമത്തേത് ഏതാണ് വേണ്ടത്, അതനുസരിച്ച് ഓപ്ഷൻ നമ്പർ നൽകി സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സേവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ അവിടെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും ആയിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു കോഴ്സ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ കോളേജ് ചേഞ്ച് ചെയ്യാനോ സാധിക്കുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒക്ടോബർ 3 മുതൽ ഒക്ടോബർ 5-ാം തീയതി വരെയാണ്. അതിനുശേഷം 7-ാം തീയതി ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും എന്നുള്ള രീതിയിലാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു വെബ്സൈറ്റിലെ വാട്സ് ന്യൂ എന്നുള്ള ഭാഗത്ത് ഇപ്പോൾ നൽകിയ ആ ഒരു സർക്കുലറല്ല, ആ ഒരു വിവരപ്രകാരം 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ഓപ്ഷൻ നൽകാം എന്നുള്ള രീതിയിൽ നൽകിയതാണ്. ജസ്റ്റ് അത് എന്തെങ്കിലും എറർ വന്നതായിരിക്കും, അതായത് ടൈപ്പ് ചെയ്ത സമയത്ത് അവിടെ എന്തെങ്കിലും എറർ വന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു നേരത്തെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ പങ്കെടുക്കാം എന്നുള്ളത്. SSC, ST, OBC, OEC, അതുപോലെ തന്നെ SC, BC, അതായത് ഈ ഒരു OBC ഒക്കെ SC, BC യിലാണ് വരുന്നത്. അതുപോലെ OBH, അതുപോലെ സർവീസ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്തവർ എന്നിങ്ങനെയൊക്കെ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു വിദ്യാർത്ഥി ആയിരുന്നാലും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാം. അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻ നൽകാം എന്നാണ്
ത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോളേജിൽ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ശേഷം ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അലോട്ട്മെൻ്റ് അല്ല, ഈ ഒരു ഓപ്ഷൻ നൽകാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ഈ ഒരു സീറ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ഫീസ്, ട്യൂഷനും സ്പെഷ്യൽ ഫീസ് ഇനത്തിലൊക്കെ ആയിട്ട് വരും. അതിനോടൊപ്പം ഹോസ്റ്റൽ ഫീസും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആ ഒരു ഫീസ് അടക്കാനായിട്ട് പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചില വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഫീസിൻ്റെ ആ ഒരു പൈസ അടക്കാനൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. കാരണം ചില വിദ്യാർത്ഥികൾ ഈ ഒരു ഫസ്റ്റ് ഇയർ പഠിച്ച ശേഷം പിന്നീട് ഫീസ് അടക്കാനൊക്കെ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജസ് തന്നെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു ഫീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടക്കാനായിട്ട് പറ്റുമെന്നുള്ളത് കൂടി നിങ്ങൾ പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. NRI കോട്ടയിൽ ഏകദേശം സാധാ ഫീസിനെ നോക്കുന്ന സമയത്ത് സെൽഫ് ഫിനാൻസിൽ ഏകദേശം 1,10,000 രൂപയാണ് കോഷൻ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ ഏകദേശം ഫീസ് വരുന്നത്. അപ്പോൾ NRI കോട്ടയിലാണെങ്കിൽ നിങ്ങൾ കിട്ടുന്നതെങ്കിൽ ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ഈ ഒരു സ്പെഷ്യൽ അതുപോലെ ട്യൂഷൻ ഫീ ഇനത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വർഷത്തെ ഹോസ്റ്റൽ ഫീസ് ഏകദേശം ഒരു 80,000 രൂപ വരും. അതായത് ഏകദേശം നോക്കുന്ന സമയത്ത് ടോട്ടൽ ചിലവ് നോക്കുന്ന സമയത്ത് ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ നിങ്ങൾക്ക് ഒരു വർഷം ഈ ഒരു ഫീസ് ഇനത്തിലും അതുപോലെ മറ്റ് ചിലവ് ഇനത്തിലുമൊക്കെ ആയിട്ട് ആവശ്യമായിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് അഡ്മിഷന് വേണ്ടത് എന്നുള്ളത് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതും നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. NRI കോട്ടയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും അഡ്മിഷൻ കിട്ടുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങളുടെ കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 8 മുതൽ 10 ലക്ഷം വരെ രൂപയ്ക്കടുത്ത് സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് NRI കോട്ടയിലൊക്കെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീസിൻ്റെ കാര്യം കൂടി എങ്ങനെ ഈ ഒരു ഫീസ് കണ്ടെത്തുമെന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചില വിദ്യാർത്ഥികൾ ആ ഒരു ഫീസ് ആദ്യ വർഷം പഠിച്ച ശേഷം പിന്നീട് അത് ഡ്രോപ്പ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വർഷം പഠിച്ച് ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആദ്യ വർഷത്തെ ഫീസ് അടച്ച് പിന്നീട് ആ ഒരു കോഴ്സ് പകുതിക്ക് വെച്ച് നിർത്തിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ പാരൻസിനും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആദ്യ വർഷം ഇത്രയും പൈസ ചിലവിട്ട ശേഷം പിന്നീട് 2ാം വർഷം പഠിക്കാതിരിക്കുകയാണെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ആ ഒരു കോഴ്സ് ഫീസ് മുഴുവനായിട്ട്, അതായത് 4 വർഷത്തെ കോഴ്സ് ഫീസ് അടച്ചാൽ മാത്രമേ തിരിച്ച് തരൂ എന്നൊക്കെ പല കോളേജും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുമെന്ന് നിങ്ങൾ പ്രത്യേകം ഉറപ്പുവരുത്തുക. അപ്പോൾ സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ, ഗവൺമെൻറ്റിലാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ഫീസ്, അതായത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഫീസ് ഈ ഒരു സാധാരണ ഏതൊരു വിദ്യാർത്ഥിക്കും പഠിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫീസ് വരുന്നത്. അപ്പോൾ സെൽഫ് ഫിനാൻസിൽ കിട്ടുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഈ ഒരു ഒക്ടോബർ 3 മുതൽ 5 വരെ ചെയ്യാവുന്നതാണ്. നിലവിൽ വെബ്സൈറ്റിൽ 7-ാം തീയതി വരെ ഓപ്ഷൻ നൽകാം എന്നുള്ള രീതിയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.